അതായത് ഇന്ത്യയിലെ ദളിറ്റ്സ് അവരിട്ടിരിക്കുന്ന വേഷവിധാനങ്ങൾ നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ വളരെ ധൈര്യമായിട്ട് പോലീസിന്റെ അനധികൃതമായിട്ട് ഇല്ലീഗലായിട്ട് അവർക്ക് ഒത്തുകൂടാനും പ്രാർത്ഥിക്കുവാനും, ഇതൊക്കെ ഹൗസ് ചർച്ചുകളാണ്. അതായത് ഒരു ഹൗസിൽ നടക്കുന്ന ചർച്ചിൽ ഇത്രയും പേരാണെന്ന് നിങ്ങൾ കണ്ടോണം. അത് നടത്തുന്ന ആരാ? അവിടെയുള്ള ദളിറ്റ്സ് ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന പാസ്റ്ററും കൂടാണ്. ഇതാണ് ആ മാറ്റം എന്ന് പറയുന്നത്. അവരുടെ വേഷവിധാനങ്ങളും അവരിട്ടിരിക്കുന്ന വസ്ത്രവും ഇന്ന് കേരളത്തില്, അതായത് നമുക്ക് കാണാൻ സാധിക്കും, കേരളത്തിലെ ദളിറ്റ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. കേരളത്തിലെ ദളിറ്റ്സ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർ. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അവരെക്കാളും വേഷവിധാനത്തിൽ കഴിഞ്ഞ 20 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഈ പറയുന്ന ദളിറ്റ്സ് കമ്മ്യൂണിറ്റിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ചോദ്യം. ആരാണ് സുഹൃത്തെ ഇതിന് കാരണം? ആരാണ് ഇതിന്റെ കാരണം? നിങ്ങൾ എന്തുകൊണ്ട് സംഘപരിവാറുകാരാ കേരളത്തിലെ ഇതിനെതിരെ എതിർക്കുന്ന? നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന ദളിറ്റ്സിനെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് നിങ്ങൾ അവരെ നിങ്ങൾ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നില്ല? പട്ടിണിയും പരിവട്ടവും ആയിട്ട് ലോകത്താർക്കും വേണ്ടാതെ, ആഹാരമില്ലാതെ, പ്രോട്ടീൻ ഇല്ലാതെ, അവന് ജീവിക്കാൻ കഴിയാതെ, അവന് എഡ്യൂക്കേഷനും കൊടുത്തില്ല, ഒരു കുന്തവും കൊടുത്തില്ല. അവനെ ഈ പറയുന്ന ആൾക്കാർ പോയി അവന്റെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി, അവന് എഡ്യൂക്കേഷൻ കൊടുത്തു. അവൻ എങ്ങനെ പോയി ആഹാരം, അതായത് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ജോലി ചെയ്യാൻ അറിയാം. ജോലി ചെയ്തു കഴിഞ്ഞാൽ പണം ചോദിച്ചു വാങ്ങും. അതല്ലയോ ബേസിക്കലി സംഘപരിവാറുകാരൻ്റെയും ഇന്ത്യയിലെ അപ്പർ കാസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അവൻ ജോലി ചെയ്ത് പണം വാങ്ങരുത്, അതായത് തമ്പ്രാനെന്ന് പറഞ്ഞ് നിൽക്കണം. അതൊക്കെ പഴയ കാലമാണ്.